നൈസ് പടമായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ടോട്ടലി എല്ലാവരും നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ധ്യാനും നിവിൻ പോളിയുടെ ഒരു കംബാക്ക് ആയിട്ട് തോന്നി. നല്ല മൂവി നിവിൻ പോളി നല്ല രസമായിരുന്നു. അടിപൊളി നല്ലതായിരുന്നു. ഫീൽ ഗുഡ് മൂവി. നിവിൻ വന്നപ്പോഴാണ് കുറച്ചുകൂടെ ധ്യാൻ അടിപൊളിയായിട്ടുണ്ട്. പ്രണവ് ഒക്കെയാണോ? അതെ സെക്കൻഡ് ഹാഫ് നിവിൻ വന്നതിന് ശേഷമാണ് കുറച്ചുകൂടെ ഇതായിട്ട്. അതെ വർഷങ്ങൾക്ക് ശേഷം വളരെ നല്ല മൂവിയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം നല്ല മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആര്? പ്രണവ് വളരെ നല്ല അഭിനയമായിരുന്നു. അത് തോന്നി കേട്ടോ. അതേപോലെ അതിൻ്റെ ഒരു ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇപ്പോൾ പുതിയത് തുടങ്ങിയപ്പോഴത്തേക്ക് നല്ല ഓക്കെ നല്ലതായിരുന്നു. നല്ല പടം. എല്ലാം ഇഷ്ടപ്പെട്ടു. പാട്ട് നല്ല പാട്ട്. പ്രണവ് മോഹൻലാൽ അടിപൊളി. നിവിൻ പോളി അടിപൊളി. നിവിൻ പോളിയാണ് പടത്തിൽ നിവിൻ പോളിയാണ് ഇഷ്ടപ്പെട്ടത്. ഏതാ? വർഷങ്ങൾക്ക് ശേഷം അടിപൊളി പടം. ഫീൽ ഗുഡ് പടമാണ്. നൈസാണ്. പെർഫോമൻസ് ആക്ടിങ് ഗംഭീരമാണ്. നിവിൻ പോളി, വിനീത് ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ എക്സെപ്ഷണൽ. അടിപൊളിയാണ്. ധ്യാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ധ്യാൻ ഇങ്ങനെ ഒരു റോള് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചേയില്ല. പക്ഷെ നല്ലതായിരുന്നു. സെക്കൻഡ് ഹാഫ് നിവിൻ അടിപൊളിയാണ്. ഫെനോമിനലാണ്. നന്നായിട്ട് സെക്കൻഡ് ഹാഫ് നന്നായിരുന്നു. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ്. എന്നാൽ ഫസ്റ്റ് ഹാഫിന്റെ ഒരു ലാഗ് എന്നല്ല, അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയപ്പോൾ നല്ല ഒരു പടം. ആദ്യത്തത് ഇങ്ങനെ ഒരു ഒഴുക്ക് എങ്ങനെ എത്തി. ഓക്കെ, നല്ല സിനിമ. നല്ല സിനിമയായിരുന്നു. പ്രണവൊക്കെ അടിപൊളിയായിരുന്നു. കല്യാണം വലിയ സീനില്ല, കുറച്ചില്ല. ഇല്ല, എനിക്ക് എല്ലാ സോങ്സും ഇഷ്ടപ്പെട്ടു. കൂടുതലായിട്ട് ജ്ഞാപകം ആ സോങ് ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല അഭിനയം. നൈസായിരുന്നു. പ്രതീക്ഷിച്ചില്ല. നല്ല പെർഫോമൻസ്. കൊള്ളാം. എല്ലാവരും നല്ലതായിട്ട് അഭിനയിച്ച്. നിവിൻ പോളിയൊക്കെ നൈസായിരുന്നു. ചില സീൻസിൽ ആ മീശിരിക്കുന്നതും എക്സ്പ്രഷൻസ് ഒക്കെ. അഫ്കോഴ്സ് നിവിൻ പോളിയുടെ കംബാക്ക് ആയിരുന്നു. ഓ പിന്നെ നല്ല പടം. നല്ല റെസ്പോൺസ് തന്നെയാണ്. ഒരു ഹൈ ലെവൽ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. വളരെ മെച്യൂർഡ് ആയിട്ടുള്ള മെലോഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ് വന്നിരിക്കുന്നത്. ഓഫ്കോഴ്സ് ഒരു വേറൊരു യോണർ ടൈപ്പിലേക്ക് അച്ഛൻ്റെയും മകൻ്റെയൊക്കെ ഒരു മെച്യൂരിറ്റി അതിനകത്ത് വന്നിട്ടുണ്ട്. ധ്യാൻ ഓഫ്കോഴ്സ് ചേഞ്ച് ആയിട്ടുണ്ട് ഒത്തിരി. നമ്മൾ കാണുന്ന ഒരു ടിപ്പിക്കൽ ആ ചോക്ലേറ്റ് ബോയിൽ നിന്നും ഒത്തിരി ചേഞ്ച് ആയിട്ടുണ്ട്. See, as an actor, he is absolutely well. അത് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഒരു സംശയമില്ല. പിന്നെ തൂക്കി അങ്ങനത്തെ ഒന്നുമല്ല. ആ കഥാപാത്രം എന്താണ് ആവശ്യപ്പെടുന്നത് അത് ചെയ്തിട്ടുണ്ട്. That's all. Thank you. ഏത് മൂവിയാണ് കണ്ടത് നിങ്ങൾ? വർഷങ്ങൾക്ക് ശേഷമാണ്. നല്ല മൂവിയായിരുന്നു. സോങ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. കുറെ സോങ്സ് ഉണ്ട്. പലരും പറഞ്ഞു ഫസ്റ്റ് ഹാഫിനെക്കാട്ടി സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടെ നല്ല രസമായിരുന്നു എന്ന് പറഞ്ഞു. അത് കംപ്ലീറ്റ്ലി ഫുൾ വോൾസം ആയിരുന്നു. രണ്ട് ഹാഫ് വിച്ച് വാസ് ബെസ്റ്റ്. അപ്പോൾ ആസ് എക്സ്പെക്ട് ഫ്രം ദി ട്രെയിലർ. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല പെർഫോമൻസ് ആയിരുന്നു. പടങ്ങളിൽ കാണാത്തൊരു പെർഫോമൻസ് കാഴ്ച. ഇത് ആക്ച്വലി വെരി ഗുഡ്. നമ്മളിങ്ങനെ ഇന്റർവ്യൂ കണ്ടു പോകുമ്പോൾ ഇറ്റ്സ് വെരി ക്വൈറ്റ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. നിവിൻ പോളി ആഫ്റ്റർ ലോങ് ടൈം ഒരു ബ്ലോക്ക് ബാസ്റ്റർ എടുക്കുമ്പോൾ വരുന്നൊരു ഇതുണ്ടായിരുന്നു. എന്താ ഇഷ്ടപ്പെട്ട ഈ പടത്തിലെ കൂടുതലായിട്ട്? മ്യൂസിക് നല്ലായിരുന്നു. മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഇവരെ എല്ലാവരും ഇഷ്ടമാണ്. അതുകൊണ്ട് ഒന്ന് പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇതുവരെ കാണാത്ത ഒരു പ്രണവ് എപ്പോഴത്തെ പോലെയും ഓട്ടം പോലെ തന്നെയായിരുന്നു. നല്ലായിരുന്നു. അധികം കുറച്ച് സീൻസ് ഉണ്ടായുള്ളൂ. നല്ലായിരുന്നു. പലരും പറഞ്ഞു ഫസ്റ്റ് ഹാഫിനെ സെക്കൻഡ് ഹാഫ്. ഇല്ല, രണ്ട് മൂവി കണ്ട ഫീൽ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ വേറെ മൂവി ആയിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ അതെ. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ വിചാരിച്ചു ഭയങ്കര സ്ലോ മൂവി ആയിരിക്കും. സെക്കൻഡ് ഹാഫ് പക്ഷേ കുറച്ചുകൂടെ എനർജറ്റിക് ആയിരുന്നു. നിവിൻ പോളി തൂക്കി സിനിമ. അടിപൊളിയായിരുന്നു. നിവിൻ പോളി ഒന്നും പറയില്ല. വർഷങ്ങൾക്ക് ശേഷമാണോ? നല്ല മൂവിയാണ്. എന്താ ഇഷ്ടപ്പെട്ട ഈ പടത്തിൽ കൂടുതലായിട്ട്?
പെർഫോമൻസ് ആണോ വേറെ സോങ്സ് കാര്യമൊക്കെ എങ്ങനെയാണ്? ഇഷ്ടപ്പെട്ടു. ധ്യാൻ്റെ അവർ ഒരു ഫാമിലി നല്ലൊരു ചിരിച്ച് കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവിയാണ്. പ്രണവും കല്യാണിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, നന്നായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് പലരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ചിരിപ്പിച്ചു ഒരുപാട്. നിവിൻ പോളിയുടെ പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു. അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതാ. പാട്ടൊക്കെ എങ്ങനെ രസമുണ്ട്. ഉണ്ടായിരുന്നു? ബോറടിച്ചോ? ഇല്ല, ഫുള്ള് മ്യൂസിക് ഉണ്ട്. രസമുണ്ട്. വൈബിൽ പോയി. ധ്യാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതില് കാണുന്ന ഒരു ധ്യാനല്ലേ ഇതിൽ ഭയങ്കരമായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് പലരും പറഞ്ഞ് ഉള്ളതാണോ? ധ്യാൻ്റെ ഒരു അഭിനയിക്കുന്ന മൂവിയായിട്ട് ഇതുണ്ട്. മൂവിയാണ്. പിന്നെ പ്രണവ് കല്യാണിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതാ.